ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ അന്തിമ തീരുമാനം നാളെ. പ്രധാന ഉപദേശകരുമായി കരട് നിർദ്ദേശം ചർച്ച ചെയ്തതായും ഇറാനുമായി ഒരു കരാറിനരികെ എത്തിയതായും ട്രംപ് പറഞ്ഞു. യുദ്ധവിരാമം ലക്ഷ്യമിട്ട് 14 ധാരണാപത്രം രൂപപ്പെടുത്തിയതായി ഇറാൻ അറിയിച്ചു. MC നാസറും മുഹമ്മദ് അബ്ബാസും ചേർന്ന് വിവരങ്ങൾ നൽകാനായി ആദ്യം MC നാസറിലേക്കാണ്. നാസർ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം പുനരാരംഭിക്കുമോ അതല്ലെങ്കിൽ മറിച്ച് വീണ്ടും ഒരു കരാറിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത നാളെയോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ നാസർ? അനീഷ, തീർച്ചയായിട്ടും ഏതാണ്ട് 50-50 ചാൻസാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കുന്നത്. കാരണം വലിയ തോതിൽ ഒരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. അതേസമയം താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ഉപാധികളുണ്ട്, പ്രധാനമായിട്ടും ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഈ കരാറിൽ ഉണ്ടാകണം. എന്തായാലും ഇന്ന് വൈകിട്ട് താൻ നടത്തിയിരിക്കുന്ന ഉപദേശകരുമായിട്ടുള്ള ചർച്ചയിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് എന്നുകൂടി ട്രംപ് പ്രതികരിക്കുകയുണ്ടായി. പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ വൈറ്റ് ഹൌസ് ഉപദേശകൻ ജാറദ് കുഷ്നർ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന അഭിപ്രായങ്ങളിൽ ഒന്ന്, ഈ കരാറുമായിട്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ആക്രമണം പുനരാരംഭിക്കുക ഇറാനുമേൽ എന്ന രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ വീണ്ടും യോഗം ചേർന്നുകൊണ്ട് അതിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കൂടി ആ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് ട്രംപ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വലിയ തോതിൽ തന്നെ ഒരു കരാറിലേക്ക് അടുക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകത്തിന് തന്നെയാണ് ട്രംപ് ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ പിന്നിട്ട 2 ദിവസങ്ങളായി തെഹ്റാനിൽ തങ്ങിയിരിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ അല്പം മുമ്പ് പാകിസ്ഥാനിലേക്ക് തിരികെ മടങ്ങിയിട്ടുണ്ട്. അതേസമയം ആഭ്യന്തരമന്ത്രി തെഹ്റാനിൽ തന്നെ തങ്ങുകയാണ്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൂടി പാകിസ്ഥാനോടൊപ്പം തന്നെ ഈ ഒരു ചർച്ച ഈ ഒരു സ്വഭാവത്തിലേക്ക് വലിയ തോതിലെങ്കിലും കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തുർക്കി ഉൾപ്പെടെ, ഈജിപ്ത് ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തങ്ങളുടെ ഒരു ഭാഗധേയം വലിയ തോതിൽ തന്നെ നിർണ്ണയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു കരാറിലേക്ക് ഇത് എത്തിച്ചേരുമോ എന്നത് സംബന്ധിച്ച ഒരു ആശങ്ക ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. അതിന് പ്രധാന കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരിക്കുന്ന പ്രതികരണമാണ്. കാരണം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അഹിതകരമായിട്ടുള്ള ഒരു നീക്കവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിന് മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാവുകയുള്ളൂ എന്നൊരു പ്രതികരണമാണ് ഇന്ന് വൈകിട്ട് വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി അംഗങ്ങളുടെ യോഗത്തിൽ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിധത്തിൽ ഈ കരാറിന് തുരങ്കം വെക്കാൻ സാധിക്കുമോ അതിനുവേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തുന്നുണ്ട്. പക്ഷേ മേഖലയിലെ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകണം. ഇനിയൊരു ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കെടുതികൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അത്തരമൊരു നീക്കത്തിന് അമേരിക്ക തുനിയരുത് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ട്രംപിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പം വൈകി ഒരു ഓൺലൈൻ മീറ്റിംഗ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തുന്നുണ്ട്. ആ യോഗത്തിൽ വളരെ ഒരുമിച്ച് തന്നെ തങ്ങളുടെ ഈ ആവശ്യം ഗൾഫ് രാജ്യങ്ങൾ ഉന്നയിക്കുമെന്ന ഒരു പ്രതീക്ഷയും വിലയിരുത്തലുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും പിന്നിട്ട ദിവസങ്ങളിൽ ഇസ്ലാമാബാദിന്റെ ഭാഗമായിട്ട് അവരുടെ മധ്യസ്ഥതയിൽ നടന്ന ആ ചർച്ചകൾ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും അവസാനം വരുന്ന പ്രതികരണങ്ങളും ഈ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനോ ഒരു കീഴടങ്ങലിനോ തങ്ങൾ തയ്യാറാവുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ 14 ധാരണാപത്രം രൂപപ്പെടുത്തിയത് എന്നാണ് ഇപ്പം ഇറാൻ പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ഒരുപോലെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിലുള്ള ഒരു കരാറായിരിക്കും ഇപ്പോൾ ട്രംപിന് മുമ്പാകെ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു 50-50 ചാൻസ് ട്രംപ് പറയുമ്പോൾ ആ കരാറിൽ അമേരിക്കക്ക് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പ്രധാനമായിട്ടും ആണവ പദ്ധതിയും ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരവും സംബന്ധിച്ച് ഇതായിരുന്നു ഈ ചർച്ചയിൽ പിന്നിട്ട ആഴ്ചകളിലൊക്കെയും വലിയ പ്രതിസന്ധിയായിട്ട് തടസ്സമായിട്ട് നിലനിന്നത്. ഈ 2 കാര്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഒരു നിലക്കും കരാറുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു ശക്തമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു ട്രംപ് നടത്തിയത്. അപ്പോൾ അതിൽ ഏതൊക്കെ അർത്ഥത്തിലായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നൊരു വിട്ടുവീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ആ ധാരണാപത്രം തയ്യാറായിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനു മുമ്പ് പലതവണ
ഈ കരാറിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ നിലനിന്ന് പോകുന്നത്. അമേരിക്ക പൂർണ്ണമായും അവർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് കരാറിനെ വളച്ചൊടിക്കുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം, അതിനെതിരെ ഒരു നടപടിയും, അത് പണയം വെച്ചുകൊണ്ട് ഒരു നടപടിക്കും ഇല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ 14 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൂടി സ്വീകാര്യമാകുന്നതാണോ? എന്താണ് ഈ 14 നിർദ്ദേശങ്ങൾ? അനീഷ, ഔദ്യോഗികമായിട്ട് ഈ 14 നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ഇറാൻ നേതൃത്വം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമാകുന്ന, അതേസമയം ഒരു കരാറിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ അടുക്കാവുന്ന നിർദ്ദേശങ്ങളാണ്, അതും പ്രായോഗികവും യുക്തിസഹവുമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് തങ്ങൾ മുന്നോട്ട് വെച്ചതെന്നാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫ് ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ 14 നിർദ്ദേശങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വരും, എന്തൊക്കെയാണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്ന കാര്യം ലഭ്യമല്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഇറാൻ നേതൃത്വം ആവർത്തിച്ച് തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക എന്നത് രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിനും പരമാധികാരത്തിനും അതീതമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവുകയില്ല എന്ന് ഇറാൻ നേതൃത്വം പറയുന്നു. മറ്റൊന്നുള്ളത്, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ കൈമാറുക എന്നതും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ചർച്ച പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുകൂടി ഇറാൻ നേതൃത്വം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം, ഹോർമസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരം. ആ പരമാധികാരം മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് പങ്കുവെക്കാനോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന ആ തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ പരമാധികാരം ഉപേക്ഷിക്കാനോ തങ്ങൾ ഒരുക്കമല്ല എന്നുകൂടി ഇറാൻ പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ സ്വീകാര്യമായിരിക്കുന്ന ഫോർമുല എന്തായിരിക്കും എന്ന് സംബന്ധിച്ച ഒരു ആശങ്ക, അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ നേരത്തെ മുതൽ ഇറാൻ പറയുന്ന ഒരു കാര്യമാണ് യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക. അത് ഇറാന് നേരെയുള്ള യുദ്ധം മാത്രമല്ല, ലബനാനിലും ഗസയിലും തുടരുന്ന ഈ മേഖലയിലെ എല്ലാ യുദ്ധങ്ങളും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. അവിടെ നിന്ന് അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും പൂർണ്ണമായി തന്നെ പിൻവാങ്ങണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെച്ച നേരത്തെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഉപാധി. അങ്ങനെ വരികയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ആ കപ്പൽ പാതയെ തുറന്നുവിടാൻ തങ്ങൾ ഒരുക്കമാണ്. അതേസമയം അവിടുത്തെ ക്രമീകരണം പൂർണ്ണമായും തങ്ങൾക്കായിരിക്കും എന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യഘട്ടം. രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ മാസങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നതും ഇറാന്റെ ഒരു നിലപാടാണ്. ഇക്കാര്യവും ഇന്ന് പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമേരിക്കക്ക് സ്വീകാര്യമായിട്ടുണ്ടോ? ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ കൂടി വന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കക്ക് ആ ഒരു സമ്മർദ്ദം, ഗൾഫ് മേഖലയുടെ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൊതുസമ്മർദ്ദത്തെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതും ദുഷ്കരമായിരിക്കും. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായിട്ട് ട്രംപ് നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. ഊർജ്ജ മേഖല ആഗോളതലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മാന്യമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരുക എന്നത് തന്നെയാണ് ട്രംപിന് നിർബന്ധമായിരിക്കുന്നത്. ഇറാനാകട്ടെ അതിശക്തമായിട്ടുള്ള നിലപാടിൽ ഇനി യുദ്ധമാണെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. നാസർ തുടരൂ, ഞാൻ നാസറിലേക്ക് എത്താം. ഇറാനും യുഎസിനും ഇടയിലെ ചർച്ചകൾ പുരോഗമിക്കുകയെ സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഖത്തർ. പുതിയ സംഭവ വികാസങ്ങളിൽ ഖത്തർ അമീർ യുഎസ് പ്രസിഡന്റുമായി ഫോണിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഖത്തർ പ്രധാനമന്ത്രിയും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുമായും GCC നേതാക്കളുമായും ഖത്തർ നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ട്. എന്നോടൊപ്പം അബ്ബാസ് മുഹമ്മദ് കൂടി ചേരുകയാണ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അബ്ബാസ്, ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 50-50 ചാൻസ് ആണ് എന്നാണ് MC നാസർ പറയുന്നത്. ഏതായാലും ഈ ആക്രമണം പുനരാരംഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഇടയിലുള്ള ഗൾഫ് രാജ്യങ്ങളെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണ് എങ്കിൽ പോലും ആക്രമണങ്ങൾ പുനരാരംഭിക്കാതെ മുന്നോട്ട് പോകണം, ഒരു കരാറിലേക്ക് എത്തണമെന്ന ആവശ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം, പ്രത്യേകിച്ച് ഖത്തറും ഒമാനും ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ഇവരുടെ ഇടപെടൽ എത്ര കണ്ട് നിർണായകമാണ് അബ്ബാസ് നാളത്തെ ചർച്ചയിൽ? തീർച്ചയായിട്ടും അനീഷ, ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഖത്തർ അടക്കമുള്ള GCC രാഷ്ട്രങ്ങളെയാണ്. നമുക്കറിയാം, ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹോർമുസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. അതിലൂടെ ഷിപ്മെൻറ്റുകൾ വളരെ നാമമാത്രമായ രീതിയിൽ മാത്രമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതവും കെടുതിയും അനുഭവിക്കുന്നത് GCC രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് യുദ്ധം ആരംഭിക്കരുത് എന്നുള്ള ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് ഖത്തർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ഖത്തർ നേരത്തെ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട യുഎസിനും ഇറാനും ഇടയിലെ മധ്യസ്ഥത, അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ മുന്നിലുണ്ടാകില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ഖത്തറിൻ്റെ നിലപാട് അത് തന്നെയാണ്. തങ്ങൾ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു
മധ്യസ്ഥതയ്ക്ക് തങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെക്കൻഡറി മീഡിയേറ്ററായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഖത്തർ നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി US-ലെത്തി US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം GCC-യിലെയും അതുപോലെ തന്നെ ഗൾഫിലെയും നേതാക്കളുമായി അദ്ദേഹം നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇന്നുകൂടി പ്രധാനപ്പെട്ട GCC രാഷ്ട്ര നേതാക്കളുമായി ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഖത്തർ അമീറും ആശയവിനിമയം നടത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്ന് ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രി എന്ന് വിളിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധം ആരംഭിച്ച ശേഷം ഏകദേശം ആറ് തവണയാണ് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇരുവരും ചർച്ച ചെയ്യാറുള്ളത്. ഒന്ന് ഡീഎസ്കലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ US-ഉമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ ഒരു അവസാനത്തിന് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടൊരു പാക്കേജിന് ഒരു സമാധാന ഉടമ്പടി അതിനെ പിന്തുണക്കണം എന്നുള്ള രീതിയിലാണ് ഖത്തർ പ്രധാനമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തങ്ങൾ നൽകുമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടരുത്. അത് അടച്ചിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയും ആഗോള ഊർജ്ജ വിതരണത്തെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഒരു സ്വാഭാവിക കടൽ മാത്രമാണ്. ഏതെങ്കിലും കക്ഷിക്ക് ആ ഒരു കടലിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവകാശം സ്ഥാപിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ GCC-യിൽ നിന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, അതുപോലെ തന്നെ UAE വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദ്, അതുപോലെ UAE-യിൽ നിന്നുള്ള തന്നെ UAE-യുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് താനൂൻ എന്നിവരുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. ഇതോടൊപ്പം തന്നെ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി വെറ്റോ കൂപ്പറുമായി ഖത്തർ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഖത്തർ യൂറോപ്പുമായിട്ട് അതുപോലെ തന്നെ GCC രാഷ്ട്രങ്ങളുമായിട്ട് ഇതോടൊപ്പം തന്നെ ഈ മധ്യസ്ഥതയിലെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഈജിപ്തുമായിട്ട് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദൽ അൽ അത്തിയുമായിട്ടൊക്കെ ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ഖത്തർ അമീറിൻ്റെയും ഇക്കാര്യത്തിൽ ഉള്ള സജീവമായിട്ടുള്ള ചടുലമായിട്ടുള്ള സംഭാഷണങ്ങൾ ചർച്ചകൾ ഒക്കെ ഈ ഒരു നിർണായക ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഖത്തറിൽ നിന്നുള്ളൊരു സംഘം ടെഹ്റാനിലുണ്ട്. എന്നാൽ അത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയമോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങളോ ഇതുവരെ അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഖത്തർ ഇക്കാര്യത്തിൽ ഒരു സെക്കൻഡറി മീഡിയേറ്റർ എന്നുള്ള നിലയിൽ വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വാർത്തകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിജയത്തിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അനീഷ. അബ്ബാസ് തുടരൂ. ഞാൻ തിരികെ എത്താം. ഒരിക്കൽ കൂടി MC നാസറിലേക്ക് പോവുകയാണ്. നാസർ, നാളെ ലോകത്തിന്റെ കണ്ണുകൾ അത് തെഹ്റാനിലേക്കാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ യുദ്ധം ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ വെടിനിർത്തൽ കരാറിന്റെ ഓരോ ഘട്ടങ്ങളിലും കണ്ടിരുന്നത്. അവസാന നിമിഷം നെതന്യാഹു ഒരു യോഗം വിളിക്കുന്നു, ഇടപെടൽ നടത്തുന്നു. ആ ചർച്ച അവിടെ പാതി വഴിയിൽ നിലച്ചു പോകുന്ന കാഴ്ച നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇന്ന് വീണ്ടും നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ അത് ട്രംപിനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? പ്രത്യേകിച്ച് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അനീഷ, തീർച്ചയായിട്ടും ഈ ആശങ്ക പൊതുവെ തന്നെ എല്ലാ രാജ്യങ്ങളും പങ്കുവെക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ആശങ്ക തന്നെയാണ്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറാനുമേൽ ആക്രമണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്ന ഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് താൻ അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് എന്ന് ട്രംപ് തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവും ട്രംപും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിൽ വലിയ തോതിലുള്ള വിയോജിപ്പുകൾ ഇരു നേതാക്കൾക്കും ഇടയിൽ പ്രകടമായതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ആക്രമണം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണം, അവിടെയുള്ള ഇറാനിലുള്ള വൈദ്യുത കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ഊർജ്ജ കേന്ദ്രങ്ങളും തകർക്കണം, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ ഇനിയും നിരവധിയുണ്ട്, അതും തകർക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു നെതന്യാഹു ട്രംപിന് മുമ്പാകെ വെച്ചത്. പക്ഷേ നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് ഒരു ചാൻസ് തനിക്ക് നൽകിയേ മതിയാകൂ, അത്രയും സമ്മർദ്ദം താൻ നേരിടുന്നുണ്ട് എന്ന ഒരു പ്രതികരണമായിരുന്നു ട്രംപ് നടത്തിയതെന്ന് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ
മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് സുരക്ഷാ മേധാവികളുടെ യോഗം നെതന്യാഹു വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ യോഗത്തിലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമോ തീർപ്പോ ഉണ്ടായിട്ടില്ല. പക്ഷേ അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളോടുള്ള വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് നെതന്യാഹു ഉന്നയിച്ചു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പലതും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനവും നടപടിയുമാണ് വേണ്ടത്. പക്ഷെ അതുണ്ടാകുന്നില്ല എന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം വളരെ ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇറാൻ സൈനികമായിട്ട് വലിയ തോതിൽ ശക്തി സംഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആക്രമണം പുനരാരംഭിക്കണം എന്ന ഒരു നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രതീക്ഷകൾ തകിടം മറിയാനുള്ള വലിയ സാധ്യത കൂടി ലോകരാജ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും നാളെ നിർണായക ചർച്ച നടക്കാനിരിക്കുന്നു. 14 നിർദ്ദേശങ്ങൾ ഇറാൻ സമർപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു ഇതിനിടയിൽ യോഗം വിളിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മോൾ സമ്മർദ്ദം ചെലുത്തുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. ഏതായാലും എന്താണ് ഈ യോഗത്തിൽ സംഭവിക്കുക, കരാറാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നാളെയോടെ ഒരു വ്യക്തത വരും. MC നാസറും ഒപ്പം തന്നെ അബ്ബാസുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദിയും ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സമുദ്ര സുരക്ഷയും ചർച്ചയായി. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങളും വിവിധ നയതന്ത്ര നീക്കങ്ങളിലെ പുരോഗതിയും ഇരു നേതാക്കളും പരസ്പരം പങ്കുവച്ചു. സമുദ്ര ഗതാഗതം സ്വതന്ത്രവും സുരക്ഷിതവുമായി പുനരാരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കി. കുവൈത്ത് എണ്ണവില ബാരലിന് 48 സെന്റ് ഉയർന്ന് $120.81 നേരത്തെ ഒരു ബാരൽ കുവൈത്ത് എണ്ണയുടെ വില $120.33 എന്ന് കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. ആഗോള വിപണിയിലും എണ്ണവില ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $103.54 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് $96.60 വ്യാപാരം നടത്തി. ഒമാനും UAEയും തമ്മിലുള്ള ചരക്ക് നീക്കം കൂടുതൽ സുഗമമാക്കാൻ സുപ്രധാന ഇളവുകളുമായി ഷാർജ. ഒമാനിൽ നിന്ന് പ്രധാന അതിർത്തി കവാടങ്ങൾ വഴി ഷാർജയിലേക്ക് എത്തുന്ന ചരക്ക് ലോറികൾക്ക് ടോൾ ഗേറ്റ് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കാൻ ഷാർജ ഭരണകൂടം തീരുമാനിച്ചു. UAEയുടെ സാമ്പത്തിക മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തമാക്കുന്നതിനുമാണ് ഇളവ്. സൗദിയിലെ 6 ഇടങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് അറിയിപ്പ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന പാതയിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട നിരവധി തീർത്ഥാടകരാണ് നിലവിൽ ഈ പാത ഉപയോഗിക്കുന്നത്. സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് ജാഗ്രതാ നിർദ്ദേശം. നജ്റാൻ, റിയാദ്, കിഴക്കൻ, വടക്കൻ അതിർത്തികൾ, അൽജോഫ്, തബൂക്ക് പ്രവിശ്യകളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് പൊടിക്കാറ്റിന് സാധ്യത. ജീസാൻ, അസീർ, അൽബഹ, മക്ക പ്രവിശ്യകളിലെ ഉയർന്ന പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ മഴ പെയ്തേക്കാമെന്നും അറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. മദീന, മക്ക പാതയിൽ ഇന്നു മുതൽ ചൂടുള്ള കാലാവസ്ഥയായിരിക്കും. പകലും രാത്രിയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. പരമാവധി താപനില 42 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നും കുറഞ്ഞത് 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയിലും പുണ്യസ്ഥലങ്ങളിലും താപനില ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പ്രദേശത്ത് നിലവിലുള്ള കനത്ത ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിരീക്ഷണം ശക്തമാക്കിയത്. നാളെ വൈകുന്നേരത്തോടെ നിലവിലെ ഉഷ്ണതരംഗം അവസാനിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ ഹജ്ജിന് ചൂട് കുറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഷാർജയിൽ മലയാളി യുവതിയെയും 5 വയസ്സുകാരിയായ മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ കേസെടുത്ത് ഷാർജ പോലീസ്. റോഡ് അപകടത്തിലാണ് ഇരുവരും മരിച്ചത് എന്ന തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിച്ചിരുന്നു. കണ്ണൂർ അഴീക്കോട് പുതിയകാവ് സ്വദേശിനിയാണ് ആർഷയും ഏകമകൾ റൂഹിയും. ഏതാനും വർഷമായി ഭർത്താവ് നിഹാലിനൊപ്പം ഷാർജയിലെ അൽ നെഹ്ലയിലെ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. ബുധനാഴ്ച രാവിലെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് UAE ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ കേസെടുത്ത് ഷാർജ പോലീസ് വിശദമായി അന്വേഷണം നടത്തുകയാണ്. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തിവരികയായിരുന്നു ആർഷ. നിഹാലിന്റെ പിതാവും സഹോദരനുമെല്ലാം UAEയിൽ തന്നെയാണ് താമസം. ആർഷയുടെ സഹോദരി അഷിതയും ഇവരുടെ തൊട്ടടുത്ത ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. ദുബൈയിലെ വാഹനാപകടത്തിലാണ് ഇരുവരും മരിച്ചതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇത് തള്ളിക്കളയുന്നതാണ് ഷാർജ പോലീസിന്റെ റിപ്പോർട്ട്. മീഡിയ 1, ഷാർജ. മലയാളിയായ ജസീന്തയുടെ അവയവങ്ങൾ ഇനി UAEയിലെ 2 പേർക്ക് പുതുജീവൻ നൽകും. വിസിറ്റ് വിസയിൽ ദുബൈയിലെത്തിയപ്പോഴാണ് ജസീന്തയ്ക്ക്
മസ്തിഷ്ക മരണം സംഭവിച്ചത്. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശിയായ ജസീന്തയുടെ കുടുംബമാണ് അവയവദാനത്തിന് തീരുമാനമെടുത്തത്. അവയവദാന ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഓണർ വാക്ക് നൽകി ആശുപത്രി അധികൃതർ ജസീന്തയെ ആദരിച്ചു. ദുബൈ കിങ്സ് കോളേജ് ലണ്ടൻ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. അങ്ങനെ ആരെന്നോ എന്തെന്നോ അറിയാത്ത 2 പേർക്ക് വൃക്കകളും കരളും പകുത്തു നൽകിയാണ് ജസീന്തയുടെ യാത്ര. ഭർത്താവിന്റെ മരണശേഷം ദുബൈയിലെ മകൾ ബ്രിറ്റിയുടെ കൂടെയായിരുന്നു ജസീന്ത. കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ നിന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. 63 വയസ്സായിരുന്നു ജസീന്തയ്ക്ക്. മക്കളായ ബ്രിട്ടോ എന്നിവരും മരുമക്കളും ചേർന്ന് അവയവദാനത്തിന് തീരുമാനിക്കുകയായിരുന്നു. UAE-യിൽ അവയവദാന മറ്റത്തിനായി കാത്തുനിന്ന 2 പേരിൽ ഒരാൾക്ക് 2 വൃക്കകളും മറ്റൊരാൾക്ക് കരളുമാണ് നൽകിയത്. ജസീന്തയുടെ ഭൗതിക ശരീരം പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോയി കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കരിച്ചു. വ്യാഴാഴ്ച അന്നിങ്ങനെ തല കറങ്ങി വീണു. അപ്പോൾ ഞങ്ങൾ വേഗം ദുബായ് ആംബുലൻസ് വിളിച്ച് മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മമ്മിയുടെ ബ്രെയിൻ ഡെത്തായി എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഞാനും അനിയനും എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടി തീരുമാനത്തിലെത്തി. എന്തായാലും അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയത് നല്ലതാണെന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. എല്ലാ കാര്യങ്ങളും DHA, അതായത് മമ്മിയുടെ ബോഡി നാട്ടിൽ നമ്മുടെ വീട്ടിലെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് DHA ആണ് ചെയ്തു തന്നത്. താങ്ക് യു ദുബായ് ഗവൺമെന്റ്. UAE-യിൽ അവയവദാനവും മറ്റ് നടപടികളും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഹയാത്ത് എന്ന ദേശീയ പദ്ധതി വഴിയാണ് നടപ്പാക്കുന്നത്. ബന്ധുക്കളുടെ അനുമതിയോടെ അവയവങ്ങൾ ദാനം ചെയ്യാം. ഇത് UAE-യിലെ വിവിധ ആശുപത്രികളിൽ കഴിയുന്ന രോഗികളുടെ മുൻഗണനാ പട്ടിക അനുസരിച്ച് സൗജന്യമായാണ് നൽകുന്നത്. മീഡിയ 1 ദുബായ്. സൗദിയിലെ റിയാദിൽ 2 ഇടങ്ങളിൽ കൂടി പേ പാർക്കിംഗ് സംവിധാനം നടപ്പാക്കും. നാളെ മുതലായിരിക്കും നിയന്ത്രണം നടപ്പാക്കുക. പ്രദേശവാസികൾക്ക് പെർമിറ്റോടെ സൗജന്യമായി പാർക്ക് ചെയ്യും. റിയാദിലെ അൽ തആവുൻ, അൽ ഇസ്തിഹാർ എന്നിവിടങ്ങളിലാണ് പേ പാർക്കിംഗ് സംവിധാനം നടപ്പാക്കുക. കിങ് അബ്ദുള്ള റോഡ്, അബൂബക്കർ അൽ സിദ്ദീഖ് റോഡ് എന്നിവയ്ക്കടുത്തുള്ള പ്രദേശമാണ് അൽ തആവുൻ. ഇമാം സൗദ് ബിൻ അബ്ദുൽ അസീസ് റോഡിനും ഈസ്റ്റ് റിംഗ് റോഡിനും സമീപമുള്ള മേഖലയാണ് അൽ ഇസ്തിഹാർ. ഈ മാസം 24, അതായത് നാളെ മുതലായിരിക്കും തീരുമാനം നടപ്പാക്കുക. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് സൗജന്യ പാർക്കിംഗ് അനുവദിക്കും. ഇതിനായി സൗജന്യ പാർക്കിംഗ് പെർമിറ്റുകൾ കൈപ്പറ്റണം. 1 വർഷമായിരിക്കും പെർമിറ്റിന്റെ കാലാവധി. റിയാദ് പാർക്കിംഗ് ആപ്ലിക്കേഷൻ വഴി താമസക്കാരുടെ അടുത്ത ബന്ധുക്കൾക്കും സന്ദർശകർക്കുമായി അൺലിമിറ്റഡ് പെർമിറ്റിനുള്ള സംവിധാനവുമുണ്ട്. നിലവിൽ വിവിധ മേഖലകളിലായി 90,000-ലധികം പെർമിറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞു. റിയാദ് പാർക്കിംഗിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. നേരത്തെ അൽ വുറൂദ്, റഹ്മാനിയ, അൽ മുറൂജ്, ഒലയ്യ, സുലൈമാനിയ, മുഹമ്മദിയ തുടങ്ങിയ 15 അയൽപ്രദേശങ്ങളിൽ പദ്ധതി വിജയകരമായി നടപ്പാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംവിധാനം 17 ഇടങ്ങളിലേക്കായി വ്യാപിപ്പിക്കുന്നത്. തലസ്ഥാന നഗരത്തിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ ക്രമീകരിക്കുക, വാണിജ്യ തെരുവുകളിലെ പാർക്കിംഗ് നിയന്ത്രിക്കുക, പുറത്തുനിന്നുള്ള വാഹനങ്ങൾ ജനവാസ മേഖലകളിലേക്ക് അതിക്രമിച്ചു കയറുന്നത് തടയുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ബലിപെരുന്നാൾ അവധിക്കാലത്ത് യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ബസ് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഷാർജയെ മറ്റ് എമിറേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർസിറ്റി സർവീസുകൾക്കായി 155 അത്യാധുനിക ബസ്സുകളാണ് അതോറിറ്റി വിന്യസിക്കുന്നത്. അവധിക്കാലത്ത് ആകെ 9760 ഇന്റർസിറ്റി ട്രിപ്പുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. യാത്രക്കാരുടെ തിരക്ക് ലഘൂകരിക്കുന്നതിനായി തിരക്കേറിയ സമയങ്ങളിൽ ബസ്സുകൾ തമ്മിലുള്ള സമയ വ്യത്യാസം 5 മിനിറ്റ് മാത്രമായി കുറച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കൊടും ചൂടിലാണ് മക്ക നഗരം. ഇന്ന് ഹജ്ജിന്റെ പുണ്യകേന്ദ്രമായ അറഫയിൽ രേഖപ്പെടുത്തിയത് 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹജ്ജിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതിനിടെ പ്രായമായവരും പ്രയാസം നേരിടുന്നുണ്ട്. മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ മലയാളി സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. ഹജ്ജിന്റെ ആത്മാവാണ് അറഫ സംഗമം. അറഫയിൽ ഇന്ന് രേഖപ്പെടുത്തിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂട് കത്തിക്കയറുന്നതിനിടെ നാളെ ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. ഹജ്ജിൽ പ്രായമേറിയവരുണ്ട്. എത്തിയ ശേഷം ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്നവരും ഉണ്ട്. എല്ലാവർക്കും വേണ്ട മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലയാളി സന്നദ്ധ സംഘടനകളും. കടുത്ത ചൂടാകുമ്പോൾ തന്നെ വെള്ളം ധാരാളം കുടിക്കുകയും അതുപോലെ തന്നെ കൊട, അതുപോലെ ക്യാപ്പ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതെ തമ്പിനകത്ത് കൂടുതൽ സമയം ഉപയോഗിച്ചാണ് ഹാജിമാർ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ സൂര്യാഘാതമേറ്റ് ഒരുപാട് ആളുകൾക്ക് അസുഖം പിടിപെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്തബിൻ്റെ ആളുകൾ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സമയത്ത് മാത്രം പോയി കല്ലേറ് കർമ്മങ്ങൾ പൂർത്തിയാക്കുക, ഭക്ഷണം സമയത്തിന് കഴിക്കുക, വെള്ളം ധാരാളം കഴിച്ച് ഹാജിമാർ അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം. KMCCക്ക് കീഴിൽ ഹെൽത്ത് വിംഗ് രൂപീകരിച്ചാണ് പ്രവർത്തനം.
നാട്ടിലെ കാലാവസ്ഥയിൽ നിന്നും കൊടും ചൂടിലേക്ക് വന്നതോടെ ഹാജിമാർ പലരും ആരോഗ്യ പ്രയാസം നേരിടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ചുമ അസ്വസ്ഥതയാണ്. ഇപ്പോൾ മെഡിക്കൽ ടീമൊക്കെ ഉണ്ടെങ്കിലും എത്ര മരുന്ന് കഴിച്ചാലും പലരുടെയും ചുമയൊന്നും അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല ഇതുവരെ. അത് നല്ല രീതിയിൽ തന്നെ ചുമയ്ക്കുന്നു. എല്ലാവരും നല്ല ചുമയാണ്. കേട്ടില്ല, ശബ്ദം കേട്ടില്ല, ചുമച്ചുകൊണ്ടിരിക്കുന്നു. വേറെ അസ്വസ്ഥ, പിന്നെ ചെറിയ പനിയൊക്കെ വന്നിട്ടുണ്ട് പലർക്കും. പിന്നെ ഗുരുതരമായ അസുഖങ്ങളൊന്നും വന്നാലും അങ്ങനെ വലിയ അത് വന്നാൽ തന്നെ അവിടുന്ന് എമർജൻസി മെഡിസിൻ വന്നവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് സംവിധാനങ്ങൾക്കൊന്നും ഒരു കുഴപ്പം പറയാൻ പറ്റും. നല്ല ഫെസിലിറ്റീസാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1000-ഓളം പേരുണ്ട് ഈ ബിൽഡിങ്ങിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ചുമയുൾപ്പെടെ പ്രയാസങ്ങളും അധികമാണ്. പകർച്ച തടയാൻ മാസ്ക് ധരിക്കുകയാണ് ഏക മാർഗം. ഇത് ആരോഗ്യ മന്ത്രാലയം നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും മാസ്ക് ധരിക്കുന്നവർ കുറവാണ്. ഇതും അസുഖം പടരാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാജിമാർ മിനയിൽ എത്തിക്കഴിഞ്ഞാൽ മിനയുടെ ഓരോ മക്തബിൻ്റെ അടുത്തും ഓരോ ടെൻറ്റിൻ്റെ അടുത്തും ചെറിയ ചെറിയ ക്ലിനിക്കുകളുണ്ട്. അതുപോലെ തന്നെ അറഫയിൽ ക്ലിനിക്കുകളുണ്ട്. അറഫയിൽ നിന്നും മിനയിലേക്ക് തിരിച്ചെത്തുന്നവരെ റോഡ് സൈഡിൽ തന്നെ ഹെൽത്ത് വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരൊരു ചുവന്ന യൂണിഫോം ഇട്ട് വലിയ ബാഗേറ്റ് ഉണ്ടായിരിക്കും. ഏത് സമയത്തും റെഡ് ക്രസന്റ് ആളുകളുടെ ഏത് സമയത്തും ഹാജിമാർക്ക് ഈ ഫെസിലിറ്റി ഒക്കെ ഉപയോഗപ്പെടുത്തണം. വരും ദിനങ്ങളിൽ കായികാധ്വാനം ഏറെ വേണ്ട കർമ്മങ്ങളാണ് ഹാജിമാർക്കുള്ളത്. അതിനു മുന്നോടിയായി മിനായിലെ തമ്പുകളിലും ശുചിമുറികളിലും മാസ്ക് ധരിച്ചും വ്യക്തിശുചിത്വം പാലിച്ചും മാത്രമേ പ്രയാസങ്ങൾ തടയാനാകൂ. ഇത് പരസ്പരം ഓർമ്മപ്പെടുത്തണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മക്ക. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി ഹാജിമാർ നാളെ മിനായിലേക്ക് പുറപ്പെടും. തിങ്കളാഴ്ചയാണ് ഹജ്ജിന് തുടക്കമാവുക. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ പുറപ്പെടാനുള്ള തിരക്കിലാണ്. നാളെ രാത്രിയോടെയാണ് മിനായിലേക്കുള്ള യാത്ര തുടങ്ങുക. ഹാജിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൈമാറിയതായി ഹാജിമാരുടെ സേവനത്തിനുള്ള സംസ്ഥാനത്ത് നിന്നുള്ള സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ കോർഡിനേറ്റർ അസീം സെയ്ദ് പറഞ്ഞു. ഹാജിമാരുടെ താമസ സ്ഥലത്ത് നിന്നും വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് മക്കയിലെ അസീസിയ പ്രദേശത്തോട് ചേർന്നുകൊണ്ടാണ്. ഇവിടെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ ഹാജിമാർ താമസിക്കുന്നത്. നാളെ ഹാജിമാർ മിനായിലേക്ക് നീങ്ങുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഹാജിമാരും ഒപ്പം തന്നെ ഹാജിമാരുടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ അതിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അസീം കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഹാജിമാർക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്? ഒപ്പം തന്നെ ഏകദേശം എത്ര മണിക്കായിരിക്കും പുറപ്പെടുക? കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് തന്നെ കേരള സംസ്ഥാനത്ത് നിന്ന് വന്ന എല്ലാ ഹാജിമാർക്കും എല്ലാ ബിൽഡിങ്ങുകളിലും ഓരോ ഫാക്കൽറ്റീസിനെ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ യാത്ര സംബന്ധമായ വിവരങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുക, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ബിൽഡിങ്ങുകളിലും ഒന്നിലധികം ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഹാജിമാരെല്ലാം സന്തോഷത്തിലാണ്. അവരെല്ലാവരും നമ്മുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്, പ്രത്യേകിച്ചും ഏത് സമയത്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കുന്നതിന് മക്തബിൻ്റെ നിർദ്ദേശപ്രകാരം ഏത് സമയത്താണോ വാഹനം എത്തുക അത് നമ്മൾ അറിയിക്കും. എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് മിനായിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത്? മിനായിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഡ്രസ്സുകളൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാ ഒരുക്കങ്ങളും അതുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റെഡിയായിട്ടുണ്ട്. നാളെ എപ്പോൾ വിളിച്ചാൽ അപ്പോൾ പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയോ? എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇവരെ നിർദ്ദേശം കിട്ടി അതനുസരിച്ച് നമ്മൾ അപ്പോൾ ആ സെക്കൻഡിൽ റെഡിയാവും. അങ്ങനത്തെ എല്ലാം റെഡിയായിരിക്കണം എല്ലാവരും. അവിടെ പോയി ടെൻറ്റ് കണ്ടു. ഞങ്ങളെ കൊണ്ടുപോയി ടെൻറ്റ് കാണിച്ചു, താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അൽഹംദുലില്ലാഹ് വളരെ ഹൈറാണ്. സന്തോഷമായി വഴിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഹാജിമാർക്ക് ഈ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അവർ നീങ്ങാൻ പോകുന്ന വഴികൾ ഒപ്പം തന്നെ തമ്പുകൾ ഇതിൻ്റെ എല്ലാം തന്നെ നേരിട്ട് തന്നെ കൊണ്ടുപോയി കാണിക്കുകയും ഒപ്പം തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സൗദി അറേബ്യ പൂർത്തിയാക്കിയിരിക്കുന്നു. ഹാജിമാരും മലയാളി ഹാജിമാരും അതിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. ഹജ്ജ് കർമ്മങ്ങൾക്കായി നാളെ 20 ലക്ഷത്തിലേറെ ഹാജിമാരെത്തുന്നത് മിനായിലേക്കാണ്. തമ്പുകളുടെ നഗരിയായ മിന ഓരോ വർഷവും മാറ്റങ്ങൾക്ക് വിധേയമാകും. ഈ വർഷം മിനായിൽ തമ്പുകളുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ ഹാജിമാർക്കായി എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് നോക്കാം. ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ നാളെ മിനായിലേക്ക് എത്തുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി മിന ഹാജിമാരെ കാത്തിരിക്കുകയും ചെയ്യുന്നു.
ഇത്തവണ മിനായിലുള്ള സൗകര്യങ്ങൾ എന്തെല്ലാമാണ്, ഹാജിമാർക്ക് മിന കാത്തുവച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്തവണയും കനത്ത ചൂടിലാണ് ഹാജിമാർ മിനായിലേക്ക് എത്തുന്നത്. ഇവിടെ കാണാം ഹാജിമാർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളമെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന മുഴുവൻ ഭാഗങ്ങളിലും ഹാജിമാർക്ക് സമാനമായ രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്കാർക്കുള്ള ഹജ്ജിൻ്റെ തമ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേക സൗകര്യങ്ങൾ കൂടി ഇത്തവണ വന്നിട്ടുണ്ട്. അതിലേക്ക് വിശദമായിട്ട് പോവുകയാണ്. അതിൽ ഒന്നാമത്തേത് ഈ സോഫ ബെഡുകളാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇരിക്കേണ്ട സമയത്ത് സോഫയാക്കിയിട്ട് മാറ്റാനാകും, കിടക്കേണ്ട സമയത്ത് ബെഡാക്കിയിട്ട് മാറ്റുവാനും സാധിക്കും. അതോടൊപ്പം ഹാജിമാർക്ക് ആവശ്യമായിട്ടുള്ള പുതപ്പും തലയിണയും ഇതോടൊപ്പം തന്നെ സൗകര്യപ്രദമായി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മിനായെക്കുറിച്ച് കേൾക്കുന്ന കാലം മുതലേ കേൾക്കുന്നതാണ് മിനായിലെ തമ്പുകൾ എന്നുള്ളത്. ആ തമ്പുകൾ പല രൂപത്തിൽ കോലം പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ പണ്ടൊക്കെ ഹാജിമാർ തുണി കൊണ്ടായിരുന്നു തമ്പുകൾ കെട്ടിയിരുന്നത്. പിന്നീട് തീപിടുത്തമൊക്കെ ഉണ്ടായ സമയത്ത് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ തീ പിടിക്കാത്ത തരത്തിലുള്ള തമ്പുകളായിട്ട് പിന്നീട് മാറി. ഇപ്പോഴത്തെ പ്രധാന മാറ്റമാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇത് ജിപ്സം ബോർഡാണ് ഇത്തവണ ഹജ്ജിൽ ഹാജിമാർക്കായിട്ട് ഉപയോഗപ്പെടുത്തില്ല. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അകത്ത് വലിയ തോതിൽ തണുപ്പ് നിലനിർത്തുവാൻ സാധിക്കും. നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നേരത്തെ ഉണ്ടായിരുന്ന കൂളർ ഫാനിന് പകരം AC ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പ്രൈവറ്റ് സ്വഭാവത്തിലൊക്കെ വരുന്ന ഹാജിമാർക്ക് മാത്രമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും, സർക്കാർ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിലും സമാനമായ രീതിയിൽ തന്നെ സൗകര്യങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ രൂപത്തിൽ ഓരോ ഭാഗത്തും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ തമ്പുകൾ, ഇപ്പോൾ ഒരു തമ്പാണ്, രണ്ടാമത്തെ തമ്പ് തൊട്ടിപ്പുറത്തുണ്ട്. അപ്പോൾ തമ്പ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇപ്പോൾ മാറി മാറി വരികയാണ്. മിനായിൽ നമുക്കറിയാം ആയിരക്കണക്കിന് തമ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു തമ്പിനകത്ത് തന്നെ 100 കണക്കിന് പേർക്ക് ഒരേ സമയം ചിലവഴിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ തമ്പുകളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഷട്ടറുകളുണ്ട്. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അറകളായിട്ട് ഈ മിനായിലെ തമ്പുകൾ മാറും. അപ്പം സ്ത്രീകളൊക്കെ ഉള്ള സമയത്ത് സ്ത്രീകൾക്ക് ഇത് താഴ്ത്തിയിട്ടുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ ഭാഗത്ത് തങ്ങാം. മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ അവരുടെ ലഗേജും മറ്റൊക്കെ സൂക്ഷിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഹാജിമാർക്കൊക്കെ എപ്പോഴും സംശയമുണ്ടാകുന്ന കാര്യമാണ്, മിന പോലെയുള്ള 20 ലക്ഷത്തോളം ഹാജിമാർ തങ്ങുന്ന സമയത്ത് അവിടെയൊക്കെ ഈ മൊബൈൽ ചാർജർ സംവിധാനങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള സംശയത്തിനുള്ള ഉത്തരം കൂടിയാണിത്. ഈ രൂപത്തിൽ ഈ തമ്പുകളുടെ ഒരുപാട് ഭാഗത്ത് നിരവധി മൊബൈൽ ചാർജിങ് സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഹാജിമാർക്ക് ഭൗതികമായ ഇവിടെ സാധ്യമാകുന്ന പരമാവധി സൗകര്യങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഓരോ വർഷവും സൗകര്യങ്ങളുടെ സ്വഭാവം മാറുകയാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യമായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ബെഡ് എങ്ങനെയാണ് ഹാജിമാർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ബെഡിന് മുകളിലും ഇതുപോലെ തന്നെ ഒരു പുതപ്പ്, തലയിണ, അതോടൊപ്പം ഹാജിമാർക്ക് തങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഈ സോഫ ഇതുപോലെ തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ബെഡായിട്ട് മാറും. ഇവിടെ തലയിണയുണ്ട്, ചാരി ഇരിക്കണമെങ്കിൽ ചാരി ഇരിക്കാം. തിരികെ ആളുകൾ രാത്രിയൊക്കെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നേരെ തിരിച്ച് ഇതിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സമയത്തോ ഒക്കെ അവർക്ക് തിരിച്ച് ഇതുപോലെ തന്നെ രൂപത്തിൽ ചെയറായിട്ടും തമ്പുകൾ യൂസ് ചെയ്യാം. മുമ്പൊക്കെ നമുക്കറിയാം ചെറിയ കട്ടി കുറഞ്ഞ ബെഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തിങ്ങി നിറഞ്ഞായിരിക്കും ഓരോ തമ്പുകളും ഉണ്ടാവുക. അത് മിനായിലെ പ്രത്യേകതയാണ്. കാരണം ഈ ഒരു കുറഞ്ഞ സ്ഥലത്തിനകത്ത് 20 ലക്ഷത്തോളം ഹാജിമാരെത്തുന്ന ഒരു ഇടം കൂടിയാണ് മിന എന്നറിയപ്പെടുന്നത്. ഹജ്ജിൻ്റെ ആദ്യ ദിനത്തിൽ, അതായത് ഞായറാഴ്ച വൈകിട്ട് ഹാജിമാർ ഇങ്ങോട്ടെത്തും. തമ്പുകളോട് ചേർന്ന് തന്നെയാണ് അടുക്കള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാജിമാർക്ക് ഭക്ഷണം ഒരുക്കുവാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. نفس الشيء بس اللهم جابوا اضافات جديده، اشياء جديده، ولا كل سنه ان شاء الله متفوقين احسن من قبل باذن الله. ان شاء الله الطعام في نفس الوقت اللي تبغوه انتم، فطور 3 فطور وغداء وعشاء. في 3 وجبات طبعا للحجاج، الفطور وغداء وعشاء. طبعا نحاول نقدم لهم افضل الوجبات من ناحيه الجوده والتخزين والاعاشه. ان شاء الله كل الامور ماشيه في السليم. എത്രയെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയാലും ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലും ഈ ക്ഷമയും കാത്തിരിപ്പും വിശ്വാസിക്ക് വേണ്ടിവരും. ഭൗതികമായി
അതിൽ പ്രയാസം അനുഭവിക്കാതിരിക്കുവാനുള്ള സൗകര്യങ്ങളാണ് ഭരണകൂടം ഒരുക്കുന്നത്. ആത്മീയമായി അത് നേരിടുവാനും ഒപ്പം തന്നെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കുവാനുമുള്ള തയ്യാറെടുപ്പിലാണ് ഹാജിമാർ. മിനായിൽ നിന്നും സാബി സലീമിനൊപ്പം മഫ്താബുർ റഹ്മാൻ, മീഡിയ 1. സൗദിയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കുന്ന ആഭ്യന്തര തീർത്ഥാടകർ മക്കയിലേക്ക് തിരിച്ചു. രാജ്യത്തിന്റെ വിദൂര ദിക്കുകളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഇന്നലെയോടെ മക്കയിലേക്ക് പുറപ്പെട്ടത്. മക്കയിലെത്തുന്ന ഇവർ ഇഹ്റാം വസ്ത്രമണിഞ്ഞ് ഉംറ നിർവഹിച്ച് നാളെ മിനായിലേക്ക് തിരിക്കും. ഹജ്ജിന് അനുമതി നേടിയ സൗദിയിൽ നിന്നുള്ള സ്വദേശികളും വിദേശികളുമായ തീർത്ഥാടകർ മക്കയിലേക്ക് തിരിച്ചു. ദൂരദിക്കുകളിൽ നിന്നുള്ളവരാണ് റോഡ് വ്യോമമാർഗേന പുണ്യനഗരിയിലേക്ക് പുറപ്പെട്ടത്. കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും തലസ്ഥാന നഗരിയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ളവരും ഇതിനകം യാത്ര പുറപ്പെട്ടു. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം തനിമ ഈസ്റ്റേൺ പ്രൊവിൻസിൻ്റെ ഒപ്പം ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടി. 14 വർഷമായി ഞാൻ ഇവിടെ സൗദിയിൽ വന്നിട്ട്. ഇന്ന് മുതൽ ആഗ്രഹിച്ചിരുന്നതാണ്. ഞാനും വൈഫും കൂടി ആണ് ഇൻഷാല്ലാ പോകുന്നത്. എല്ലാം യാത്രയിൽ സുഖമാവുന്നുള്ള ഇൻഷാല്ലാ എല്ലാവരുടെയും ദുആയിലും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. ಒಳ್ಳೆ നല്ല ഇതാണ് ഓർഗനൈസേഷൻ. ഒരുപാട് കൊല്ലമായി സൗദി അറേബ്യയിൽ ഉള്ളത്. ഇത് നല്ല ഒരു മാഷാ അല്ലാഹ് വളരെ നന്നായിട്ട് പോകുന്ന നല്ലൊരു ഓർഗനൈസേഷൻ ആയിട്ട് പോകുന്നുണ്ട്. ഇത് അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് കണ്ടിട്ട് വളരെ നന്നായിട്ട് പോയിട്ട് വരാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. കുടുംബങ്ങളുമൊത്താണ് മിക്കവരും ഹജ്ജ് നിർവഹിക്കുന്നത്. മഹറമില്ലാതെ ഹജ്ജിന് പുറപ്പെട്ടവരും കൂട്ടത്തിലുണ്ട്. സൗദിയിൽ 18 വർഷത്തോളമായി. ആദ്യമായിട്ട് ഹജ്ജിന് പോവുകയാണ്. പോയിട്ടുണ്ട്. ഞാൻ ഹജ്ജിൻ്റെ സർവീസിനൊക്കെ സേവനത്തിനൊക്കെ പോയിട്ടുണ്ട്. ഹജ്ജ് വോളണ്ടിയറായിട്ട് 7 പ്രാവശ്യമൊക്കെ പോകാനൊക്കെ ഉള്ള ഇത് കിട്ടിയിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ ഒരു വിളി വന്നിട്ടില്ല നമുക്കിപ്പോഴാണ്. അൽഹംദുലില്ലാഹ് തനിമാരുടെ നേതൃത്വത്തിലുള്ള ഈ ഹജ്ജിൻ്റെ കാഫിലയിൽ കൂടെ പോവുകയാണ്. അല്ലാഹു എല്ലാം അവരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് എല്ലാവർക്കും നൽകട്ടെ. ഹറമിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ലോകം മുഴുവനും സമാധാനവും സുരക്ഷയുമുള്ള ഒരു അമ്നുള്ള നിർഭയത്വമുള്ള ഒരു നാടാണ്. അത്തരമൊരു ലോകത്തിന് വേണ്ടി തീർച്ചയായും ഹറമിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. ലോകത്തിൻ്റെ ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ വേണ്ടി. സൗദിയിൽ വേനൽ ചൂട് ശക്തി പ്രാപിച്ചു വരികയാണ്. ഹജ്ജ് വേളയിൽ താപനില 47 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാനിവിടെ സൗദിയിൽ 35 വർഷമായി. ഇപ്പോഴാണ് എനിക്ക് സൗകര്യം ലഭിച്ചത്. അള്ളാഹുവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഏകദേശം 14 വർഷം അബുദാബിയിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആദ്യത്തെ സ്വപ്നം എന്ന് വെച്ചാൽ സൗദിയിൽ വന്നിട്ട് ആദ്യം ഹജ്ജ് ചെയ്യണമെന്നായിരുന്നു. അൽഹംദുലില്ലാഹ് അത് സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റി. സൗദിയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും നാളെയോടെ മക്കയിലെത്തും. ഹജ്ജ് അനുമതിയില്ലാതെ അനധികൃതമായി എത്തുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും ശക്തമാണ്. ഇത് മക്കയിലേക്കുള്ള തീർത്ഥാടകരുടെ യാത്രക്ക് ദൈർഘ്യം കൂട്ടും. മീഡിയ 1 ദമ്മാം. ഖത്തറിൽ നിന്നുള്ള ആദ്യത്തെ ഹജ്ജ് സംഘം സൗദിയിലെത്തി. ഖത്തർ എയർവേസ് സൗദി വിമാനങ്ങളിലായി 18 അംഗീകൃത ഹജ്ജ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആദ്യഘട്ടത്തിൽ യാത്ര തിരിച്ചത്. തീർത്ഥാടക സംഘത്തിനായി ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക കൗണ്ടറുകൾ അടക്കം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഖത്തറി തീർത്ഥാടകർക്കായി മിനയിലും അറഫയിലും ഒരുക്കിയ സൗകര്യങ്ങൾ ഖത്തർ ഹജ്ജ് മിഷൻ മേധാവി ഗാനി ബിൻ ഷഖീൻ അൽ ഗാനിം വിലയിരുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ ഉടനെ എൻട്രൻസ് ക്ലാസുകൾ മതിയാക്കി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് ഇത് കൂടുതൽ തിരിച്ചടിയായത്. ഈ സാഹചര്യത്തിൽ പുനഃപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ നീറ്റ് ക്രാഷ് കോഴ്സുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ ബ്ലൂ ലൈൻസ് ലേണിംഗ്. നീറ്റ് പുനഃപരീക്ഷ അടുത്ത മാസം നടത്താനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് ബ്ലൂ ലൈൻസ് ലേണിംഗ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കായി തികച്ചും സൗജന്യമായി ക്രാഷ് കോഴ്സ് ഒരുക്കിയിരിക്കുന്നത്. ബ്ലൂ ലൈൻസ് ആപ്പ് വഴി ദിവസേന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളാണ് നൽകുന്നത്. ഈ മാസം 18 മുതലാണ് നീറ്റ് ക്രാഷ് കോഴ്സ് ബ്ലൂ ലൈൻസ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ വൈകി ചേരുന്ന വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. അവർക്കായി റെക്കോർഡഡ് ഫോമാറ്റിൽ ക്ലാസുകൾ ആപ്പിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ് വിദേശത്തേക്ക് തിരിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് ഈ ഓൺലൈൻ സംവിധാനം ഏറെ ഉപകാരപ്പെടും. കയ്യിൽ പാഠപുസ്തകങ്ങൾ ഇല്ലെങ്കിൽ പോലും കൃത്യമായി പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ആപ്പിൽ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ദിവസം 3 മണിക്കൂറാണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതിൽ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി 3 സബ്ജക്റ്റുകൾ. അവിടെ ടീച്ചർ ഒരു കാരണവശാലും തന്നെ ലോങ് ലെക്ചേഴ്സ് ഉണ്ടാവില്ല. ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് 2-3 മിനിറ്റ് കൊണ്ട് ആ കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയും അതിനെ ബേസ് ചെയ്ത് വരുന്ന ഡിറക്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ അത്
ആ സമയത്ത് തന്നെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രോജക്റ്റാണ്. ആ ഓപ്ഷനുകൾ കുട്ടികൾ അവിടെ ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒന്നുകിൽ കറക്റ്റാവും അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കോയിനും ക്യാഷ് ബാക്കും ഒക്കെ വരും. അപ്രതീക്ഷിതമായി പരീക്ഷ റദ്ദാക്കപ്പെട്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ മാനസിക വിഷമത്തിലായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയൊരു ആശ്വാസമാവുകയാണ് ബ്ലൂ ലൈൻസിന്റെ ഈ സൗജന്യ ക്രാഷ് കോഴ്സ്. സ്കൂൾ തലം മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വരെ ഡിജിറ്റൽ പഠന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂ ലൈൻസ് വിദേശത്തുള്ളവർക്കുൾപ്പെടെ കൃത്യമായ പരിശീലനം ഉറപ്പാക്കുന്നതിലൂടെ വരാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ്. ബിസിനസ് ഡെസ്ക്, മീഡിയ 1. യുഎഇയിലെ പ്രമുഖ മെഡിക്കൽ സെന്റർ ഷിഫ മുവൈലയുടെ പുതിയ ക്ലിനിക് ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മെയ് 31 വരെ എല്ലാ ഡോക്ടർമാരുടെയും കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഷാർജ മുവൈലയിലാണ് അത്യാധുനിക സൗകര്യത്തോടെ ഷിഫ മുവൈല മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. മിതമായ കൺസൾട്ടേഷൻ ചാർജോടുകൂടി എല്ലാവർക്കും കൃത്യമായതും മികച്ചതുമായ ചികിത്സാ രീതി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു. ഇവിടെ വലിയ ഏരിയയിലെ ഏറ്റവും വലിയ ക്ലിനിക്കായിട്ടാണ് നമ്മളിവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. GP ഡോക്ടർ മുതൽ ഡെൻ്റൽ മുതൽ ഡെർമറ്റോളജി, ഇൻറ്റേർണൽ മെഡിസിൻ, ജനറൽ സർജറി, അസ്തറ്റിക് ഡെർമ, നമുക്ക് സ്പെഷ്യലായിട്ട് ഫീമെയിൽ റേഡിയോളജിസ്റ്റ് ഉണ്ട്, നമുക്ക് എക്സ്റേ ഉണ്ട്, എല്ലാം തന്നെ അവൈലബിൾ ആണ് നമുക്ക്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് 31 വരെ എല്ലാ ഡോക്ടർമാരുടെയും കൺസൾട്ടേഷൻ സൗജന്യമായി ലഭിക്കുമെന്നും വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളും കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി 22-ലധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി പേഷ്യൻസിനെയാണ്. നമുക്ക് 22 ഡോക്ടേഴ്സ് തന്നെ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 മന്തിൻ്റെ ഉള്ളിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കും നമ്മളൊരു 40 ഡോക്ടേഴ്സോളം നമ്മളെ മെഡിക്കൽ സെന്ററിൽ അവൈലബിൾ ആയിരിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ താരങ്ങളും ഗായകരും അടങ്ങിയ പ്രത്യേക പരിപാടിയും നടന്നു. മീഡിയ 1, ഷാർജ. കുവൈത്തിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തനം വിപുലീകരിച്ച മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് ഫർവാനിയയിൽ മെഡെക്സ് ഗ്രൂപ്പിന്റെ 3ാമത്തെ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെയാണ് പുതിയ മെഡിക്കൽ സെന്റർ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നത്. ഫർവാനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റും ചെയർമാനുമായ മുഹമ്മദ് അലി VP, മുഹമ്മദ് അദൈൽ അൽ മുനവർ എന്നിവർ ചേർന്നാണ് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തത്. മെഡെക്സ് ഗ്രൂപ്പിന്റെ കുവൈത്തിലെ 3ാമത്തെ ബ്രാഞ്ചാണിത്. ചടങ്ങിൽ ഫൈസൽ ഇജ്ലാവി അൽ അർബീസ്, ജാസിം മുഹമ്മദ് അല്ലൂഷ് അൽ അസ്മി, മെഡെക്സ് CEO ഷറഫുദ്ദീൻ കണ്ണേദ്, ജനറൽ മാനേജർ ഇംതിയാസ് അഹമ്മദ്, ഓപ്പറേഷൻ ഹെഡ് ജുനൈസ് കോയിമ എന്നിവരടക്കമുള്ളവർ പങ്കെടുത്തു. എല്ലാ വിഭാഗം ഡോക്ടർമാരുടെയും സേവനങ്ങൾക്ക് പുറമെ അത്യാധുനിക ലാബ് പാരാമെഡിക്കൽ സൗകര്യങ്ങളും പുതിയ ബ്രാഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ഫർവാനിയിൽ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായ ഒരു ദിവസമാണെന്ന് ഇവിടെ കൂടിയ എല്ലാ ആളുകളും എത്തിച്ചേർന്ന എല്ലാ ആളുകളോടും മെഡെക്സിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞങ്ങളുടെ കൺസൾട്ടേഷൻ ഫീസ് 50%ഉം മറ്റെല്ലാ പ്രൊസീജിയേഴ്സിനും ഞങ്ങൾ 30% കൂടിയും ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി 2 മാസത്തേക്ക് ഞങ്ങൾ അത് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും മെഡെക്സിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും ഇവരെ പങ്കെടുത്ത ആളുകൾക്കും ഇവിടുത്തെ ഈ മലയാളി സമൂഹത്തിനും മറ്റ് ഈ നാട്ടിലെ കുവൈത്തികളായ നല്ല ആളുകൾക്കും എല്ലാവർക്കും കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 മാസത്തേക്ക് ഡോക്ടർ കൺസൾട്ടേഷനുകൾക്ക് 50%, ലാബ് ടെസ്റ്റുകൾക്കും മറ്റു മെഡിക്കൽ സേവനങ്ങൾക്കും 30% വരെ ഇളവും ലഭ്യമാകും. മീഡിയ 1, കുവൈറ്റ് സിറ്റി. വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ സജീവമായി UAEയിലെ വസ്ത്രവിപണി. പെരുന്നാൾ വസ്ത്രങ്ങൾ എടുക്കാൻ വിദേശ ബ്രാൻഡുകൾക്കൊപ്പം ഇന്ത്യൻ ബ്രാൻഡുകളും ശ്രദ്ധേയമാവുകയാണ്. ബലിപെരുന്നാൾ അടുത്തെത്തിയതോടെ UAEയിലെ വസ്ത്രവിപണികളിലാണ് കൂടുതലും തിരക്കനുഭവപ്പെടുന്നത്. വിദേശ ബ്രാൻഡുകൾക്കൊപ്പം ഇന്ത്യൻ ബ്രാൻഡുകൾക്കും വൻ സ്വീകാര്യതയാണ് ഇവിടെ ലഭിക്കുന്നത്. സ്റ്റൈലിനും ട്രെൻഡിനും പുറമെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാരേറെയെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ജസ്റ്റ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വേണം, നല്ലൊരു സ്റ്റൈലിഷായ ന്യൂ ട്രെൻഡി കളക്ഷൻസ് ഒക്കെ അന്വേഷിച്ചാണ് ഇപ്പോൾ ആളുകൾ വരുന്നത്. പ്രമുഖ ഇന്ത്യൻ ബ്രാൻഡായ വൈറ്റ് ലൈൻ ലൈവ് ഷോറൂം ഈ സീസണിൽ പ്രത്യേക ശ്രദ്ധ നേടുകയാണ്. പ്രീമിയം ഫോമൽസ്, കാഷ്വൽസ്, യൂണിസെക്സ് കളക്ഷനുകൾ എന്നിവയാണ് പ്രധാന ആകർഷണമായുള്ളത്. പെരുന്നാൾ സമ്മാനമായി നൽകാൻ അനുയോജ്യമായ സ്റ്റൈലിഷ് ഷർട്ടുകൾ, ലിനൻ വെയർ, ട്രെൻഡി കാഷ്വൽ ഔട്ട്ഫിറ്റുകൾ എന്നിവ വാങ്ങാൻ കൂടുതൽ ആളുകളും ലൈഫിനെ തന്നെ തിരഞ്ഞെടുക്കുന്നതായി അധികൃതർ പറയുന്നു. ഇതിന് പ്രത്യേകിച്ച് ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാവും. അതുപോലെ തന്നെ ഫാമിലിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർ കൂടുതൽ ഡ്രസ്സുകൾ മേടിക്കും. അതിനൊക്കെ പറ്റിയ നല്ല ഫാഷൻ ട്രെൻഡി ഐറ്റംസ് ഒക്കെ ഇപ്പോൾ വൈറ്റ് ലൈൻ്റെ പ്രോഡക്റ്റിൽ ലഭ്യമാണ്.
ആഘോഷവേളകളിലും യാത്രകൾക്കും ഇണങ്ങുന്ന പ്രത്യേക കളക്ഷനുകൾ ലൈഫിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ പൊതുസ്ഥല കയ്യേറ്റങ്ങൾ തടയാനും ശുചിത്വം ഉറപ്പാക്കാനുമായി മുനിസിപ്പാലിറ്റി പരിശോധന ശക്തമാക്കി. ഫഹാഹിലിൽ നടത്തിയ പരിശോധനയിൽ 27 നിയമലംഘനങ്ങൾ കണ്ടെത്തി. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട 60 വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. ദോഹ വേദിയായ GCC ഗെയിംസിൽ കിരീടം തൂക്കി ഖത്തർ. 134 മെഡലുകൾ നേടിയാണ് ഖത്തർ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. സൗദിയാണ് രണ്ടാം സ്ഥാനത്ത്. ഗെയിംസിന്റെ തുടക്കം മുതൽ നേടിയ ആധിപത്യം ഒരു ഘട്ടത്തിലും വിട്ടുകൊടുക്കാതെയാണ് ഖത്തർ കിരീടം സ്വന്തമാക്കിയത്. 48 സ്വർണവും 50 വെള്ളിയും 36 വെങ്കലവും അടക്കം 134 മെഡലുകളാണ് ആതിഥേയർ വാരിക്കൂട്ടിയത്. 32 സ്വർണവും 27 വെള്ളിയും അടക്കം 82 മെഡലുകളുമായി സൗദി റണ്ണറപ്പായി. 25 സ്വർണവും 22 വെള്ളിയും അടക്കം 63 മെഡലുകളോടെ ബഹ്റൈൻ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. 14 സ്വർണമടക്കം 60 മെഡലുകളുമായി കുവൈത്ത് നാലാമതും 13 സ്വർണമടക്കം 66 മെഡലുകളുമായി UAE അഞ്ചാമതുമായി. 29 മെഡൽ നേടിയ ഒമാൻ ആറാമതാണ്. മെയ് 11 ആരംഭിച്ച ഗെയിംസിന്റെ 4ാം പതിപ്പായിരുന്നു ഇത്തവണത്തേത്. 11 വേദികളിലായി 19 കായിക ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. ഒരു ഗൾഫ് ഒരു ഹൃദയം എന്ന ആശയത്തിലാണ് ഇത്തവണത്തെ മേള സംഘടിപ്പിച്ചത്. മീഡിയ 1 ദോഹ. വായനയുടെ പുതുലോകം തുറന്ന ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവം സമാപനത്തിലേക്ക്. 10 ദിവസം നീണ്ട മേളയ്ക്കാണ് സമാപനമാകുന്നത്. മേളയുടെ 35ാം പതിപ്പായിരുന്നു ഇത്തവണത്തേത്. അക്ഷരങ്ങളെ നെഞ്ചേറ്റിയ 10 ദിവസത്തിനാണ് ദോഹയിൽ സമാപനമാകുന്നത്. ആയിരക്കണക്കിന് പുസ്തകപ്രേമികളാണ് ഈ ദിവസങ്ങളിൽ വായനയുടെയും ഭാവനയുടെയും പുതിയ ലോകം ആസ്വദിക്കാനായി ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെത്തിയത്. വായനോത്സവം എന്നതിനപ്പുറം അറബ് ലോകത്തിന്റെ കലാ സാംസ്കാരിക ആഘോഷം കൂടിയായിരുന്നു ദോഹ പുസ്തകമേള. ഖത്തറിന്റെ ചരിത്രം പകർത്തിയ ദിസ് ഈസ് ഖത്തർ ബുക്ക് പ്രോജക്റ്റ് ആയിരുന്നു ഇത്തവണത്തെ മേളയിലെ സവിശേഷത. കുട്ടികൾക്കായി ഒരുക്കിയ ദോഹ ചിൽഡ്രൻ സോണും കാണികളെ ആകർഷിച്ചു. പരമ്പരാഗത രീതിയിൽ അണിയിച്ചൊരുക്കിയ ബുക്ക് സൂക്കും വേറിട്ട കാഴ്ചയായി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനി, പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനി, ഖത്തർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഷെയ്ഖ മോസ, വിവിധ മന്ത്രിമാർ തുടങ്ങിയവർ മേള സന്ദർശിച്ചു. ഇന്ത്യയിൽ നിന്നടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 515 പ്രസാധകരും സ്ഥാപനങ്ങളും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി. ആകെ 910 ബൂത്തുകളാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. മീഡിയ 1 ദോഹ. KIG ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ കുവൈത്തിൽ സംഘടിപ്പിച്ച ഖുറാൻ പഠന കോഴ്സ് പരീക്ഷയുടെ വിജയികളെ പ്രഖ്യാപിച്ചു. സൂറത്ത് അന്നിസായിലെ ആയത്തുകളെ ആസ്പദമാക്കിയായിരുന്നു പഠനവും പരീക്ഷയും. 535 പേർ പങ്കെടുത്ത പരീക്ഷയിൽ അബു ഹലീഫയിലെ സമീറ അബ്ദുൽ അസീസ് 1ാം സമ്മാനം നേടി. ഫർവാനിയയിലെ ഷാനവാസ് തോപ്പിൽ 2ാം സമ്മാനവും റമീസ ജുഷാബ് 3ാം സമ്മാനവും നേടി. രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് കലാ കുവൈത്തിന്റെ നേതൃത്വത്തിൽ ജാബിറിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവാസി സമൂഹത്തിൽ രക്തദാന ബോധവൽക്കരണം ശക്തമാക്കുന്നതായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അൻസാരി കടയ്ക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ജിതിൻ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 4 മേഖലകളിൽ നിന്നായി 200 പ്രവർത്തകർ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് രക്തസാക്ഷിത്വ ദിനാചരണം കുവൈത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. OICC, ഇൻകാസ്, ഗൾഫ് പ്രദേശ് കൾച്ചറൽ കോൺഗ്രസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ അബ്ബാസിയയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി രാജ്യത്തിനും സാങ്കേതിക രംഗത്തിനും നൽകിയ സംഭാവനകളെ നേതാക്കൾ അനുസ്മരിച്ചു. ബഹ്റൈനിലെ ഫുട്ബോൾ കളിക്കാരുടെ കൂട്ടായ്മ മുഖ്യമന്ത്രി VD സതീഷിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റെടുത്തതിന്റെ ആഹ്ലാദം പങ്കുവച്ച് മനാമയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. റജി വർഗീസ് നിലമ്പൂർ, പ്രസീദ് കണ്ണൂർ, കമാൽ മുഹിയുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് നാട്ടിലെത്തിയ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയ്ക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ UDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകി. 100 കണക്കിന് UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു സ്വീകരിച്ചു. മന്ത്രിയാകാത്തതിൽ പരിഭവമില്ലെന്നും മന്ത്രിസ്ഥാനമൊക്കെ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്നും പാറക്കൽ അബ്ദുള്ള മീഡിയ 1 പറഞ്ഞു. മന്ത്രിയാകാൻ വേണ്ടിയല്ല മത്സരിച്ചത്. 10 വർഷത്തെ ഇടതുപക്ഷ ദുർഭരണത്തെ പരാജയപ്പെടുത്താനും അവരെ വലിച്ചെറിയാനുമാണ്
എന്നെ കുറ്റ്യാടിയിൽ നിയോഗിച്ചത്, മന്ത്രിയാകാനല്ല. അത് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സരിച്ചത് പാർട്ടി പറഞ്ഞിട്ടാണ്. അതുപോലെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ സംഘടനാ തലത്തിൽ ആ വഴിക്ക് നടക്കും.